പുരോഗമന കലാസാഹിത്യ സംഘം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇങ്ങനെ തുടങ്ങിയ സംഘടനകൾ CPM-ന്റെ നേതൃത്വത്തിലുണ്ട്. പക്ഷേ ഇപ്പോഴിതാ ഒരു 10,000 പേരെ CPM തയ്യാറാക്കുകയാണ്. സാംസ്കാരിക കൂട്ടായ്മ എന്ന പേരിൽ സാംസ്കാരിക സംഘടന. അതൊരു കൃത്യമായ സംഘടനാ രൂപമല്ല എങ്കിൽ പോലും ഒരു 10,000 ചെറുപ്പക്കാരെ അല്ല, എല്ലാവരും സ്വതന്ത്രരായിട്ടുള്ളവരെ അവർ മൊബിലൈസ് ചെയ്യാണ്. പാർട്ടിക്കാരല്ല, പാർട്ടി കേഡർമാരല്ല, പാർട്ടിയുടെ സഹയാത്രികരെന്ന് പോലും പറയാൻ പറ്റാത്ത സർവതന്ത്ര സ്വതന്ത്രരായി നിൽക്കുന്ന 10,000 പേരെ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവർക്കാവശ്യമായ പരിശീലനം തിരുവനന്തപുരത്ത് കൊടുത്തു കഴിഞ്ഞു. അവരെ കൃത്യമായി ഇനി താഴേക്ക് പഞ്ചായത്തുകളിലേക്ക്, ഒരു പഞ്ചായത്തിൽ 10 പേരെ വീതം അവർ മൊബിലൈസ് ചെയ്യുകയാണ്, അവരെ ഡെപ്യൂട്ട് ചെയ്യുകയാണ്. അവരുടെ നേതൃത്വത്തിൽ ഈ സ്വതന്ത്രരായി നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആടി നിൽക്കുന്ന ആളുകൾ, സജീവ പാർട്ടി പ്രവർത്തകരല്ലാത്തവർ, മെമ്പർഷിപ്പ് ഇല്ലാത്തവർ, വർഗ ബഹുജന സംഘടനകളിലില്ലാത്തവർ, പുരോഗമന സാഹിത്യ സംഘം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, യുക്തിവാദി സംഘം, ഇങ്ങനെ പാർട്ടിയുടെ ഏതെങ്കിലുമായി ബന്ധമുള്ള ഒരു സംഘടനയിലും പ്രവർത്തിക്കാത്ത സ്വതന്ത്രരെ ഒരു 10,000 പേരെ കൊണ്ടുവരുന്നു. ഒരു പക്ഷേ പഞ്ചായത്ത് രാജിൻ്റെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിൽ പലരെയും സ്ഥാനാർത്ഥികളാക്കുവാനുള്ള സാധ്യതയുണ്ട്. അതിൽ ചിലരെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് പറ്റുമോ? പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ വലിയ പരീക്ഷണത്തിലാണ് CPM-ഉം ഇടതുപക്ഷ മുന്നണിയും തയ്യാറാകുന്നത്. സ്വതന്ത്രരുടെ ഒരു പാനൽ തന്നെ ഉണ്ടാക്കുകയാണ്. അതിലേക്ക് ഇപ്പോൾ തന്നെ ആളുകളെ ആകർഷിക്കാനുള്ള കൂട്ടായ്മകൾ, ജാഥകൾ, സാംസ്കാരിക പരിപാടികൾ, അവാർഡുകൾ കൊടുക്കൽ, ആദരിക്കൽ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രോഗ്രാമുകളാണ് ഇനി വരുന്ന മാസങ്ങളിൽ കേരളത്തെ കാത്തിരിക്കുന്നത്. CPM എന്തായാലും വലിയ സാംസ്കാരിക കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള പടപ്പുറപ്പാടിലാണ്. 10,000 പേരെ അവർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അവനുള്ള സംസ്ഥാന, ജില്ലാ, പ്രാദേശിക തല പരിശീലനങ്ങളൊക്കെ അവർ വിഭാവനം ചെയ്ത് കഴിഞ്ഞു. സമ്പൂർണ്ണ സാക്ഷരത നടത്തുകയും ജനകീയാസൂത്രണം നടത്തുകയും ഇപ്പോൾ വിജ്ഞാന കേരളം എന്നൊക്കെ പറഞ്ഞ് തോമസ് ഐസക്കൊക്കെ ഉള്ളത് കൊണ്ട് നല്ല തലത്തിൽ അവർക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയും. ആ രീതിയിൽ ഗൗരവമായ രീതിയിലാണ് നമ്മുടെ CPM ഇപ്പോൾ ഇതിനെ കാണുന്നത്. 10,000 പേരുടെ ഒരു പട തന്നെ, ഒരു നിര തന്നെ, ഒരു സേന തന്നെ അവരുണ്ടാക്കുകയാണ്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ കേരളത്തിലെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകളെയും, ഒരു രാഷ്ട്രീയമായ അഫിലിയേഷൻ ഇല്ലാത്തവരെയും, അതിൽ സാംസ്കാരിക നായകരുണ്ട്, സാഹിത്യ പ്രവർത്തകരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, ടെക്നോക്രാറ്റുകളുണ്ട്, അങ്ങനെ പ്രൊഫഷണലുകളുണ്ട്, IT പ്രൊഫഷണലുകളുണ്ട്, അങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിച്ചുകൊണ്ടുള്ള വലിയ പരിപാടിയാണ് CPM പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. താഴെത്തലങ്ങളിലേക്ക് അത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. എന്തായാലും വരുന്ന മാസങ്ങൾ, തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുമ്പേ വരുന്ന മാസങ്ങളിൽ നമുക്കിത് കാണാം. കേരളത്തിൽ വലിയ സാംസ്കാരിക കൂട്ടായ്മകളും സാംസ്കാരിക പരിപാടികളും നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അത് ഒരുപക്ഷെ ലഹരിക്കെതിരെയുള്ള പരിപാടികളായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് മദ്യപാനത്തിനും ലഹരിക്കും അതുപോലുള്ള ക്യാമ്പയിനുകളാകാം, അല്ലെങ്കിൽ മാലിന്യത്തിനെതിരെയുള്ള പല ക്യാമ്പയിനുകളാകാം, അല്ലെങ്കിൽ നമ്മുടെ വർഗീയത എന്നൊക്കെ പറഞ്ഞ് മതം, വർഗീയത പോലുള്ള പാദപൂജ, ഭാരതാംബ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ടല്ലോ. അതിനൊക്കെ എതിരെയുള്ള പരിപാടികളാകാം. എന്തായാലും വലിയ സാംസ്കാരിക കൂട്ടായ്മ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പേടിച്ചിരിക്കുന്ന 2 സംഘടനകളുണ്ട്. ഒന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തും, 2 പുരോഗമന കലാസാഹിത്യ സംഘവും. അവരൊന്ന് പേടിച്ചിട്ട് എന്തിനാണ് പുതിയൊരു സംഘടനാ സംവിധാനം CPM ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു ചർച്ചയും അവർക്കിടയിൽ നടക്കുന്നുണ്ട്.